ഇതാണ് മൂട്ടിപ്പഴം. പശ്ചിമഘട്ട വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവമായിട്ടുള്ള കാട്ടുപഴമാണ് മൂട്ടിപ്പഴം. ഇതാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തൊണ്ടോടുകൂടി ദിവസം ഒരു 3 എണ്ണം വീതം, അതായത് വൈകുന്നേരം നമ്മളിത് കഴിക്കുക, 3 എണ്ണം കഴിക്കുക. അപ്പം ഇത് വലിപ്പമുള്ളത് കാരണം 2 എണ്ണം കഴിച്ചാൽ മതി. രാവിലെ 1 എണ്ണം കഴിക്കുക. അപ്പോൾ അങ്ങനെ പതിവായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ശരീര പ്രതിരോധമാണ് വരുന്നത്, രോഗപ്രതിരോധമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഹാർട്ടിൻ്റെ കംപ്ലയിൻ്റൊക്കെ വരില്ലേ, അപ്പോൾ അതിന് ബ്ലോക്കൊക്കെ വരാതിരിക്കാൻ ഇത് മുൻപേറെ കഴിച്ച് പഠിക്കണം. ശീലിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകില്ല. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്ക് അതായത് നല്ലൊരു ഗുണം ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ നമ്മുടെ രക്തോട്ടത്തിനകത്ത് ഈ തടസ്സങ്ങളൊക്കെ വരുന്നത് ഇത് ചുരുക്കി കളയും. അതുപോലെ തന്നെ ഇത് നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പാടും കുരുക്കളൊക്കെ വരുന്നത്, അത് നമ്മൾ ഒരെണ്ണം പതിവായിട്ട് അരച്ചിടുക. അരച്ചിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ആ മുഖക്കുരുവൊക്കെ മാറിപ്പോകും. പിന്നെ ഓവറായിട്ട് മുഖക്കുരു ഉള്ളവരിട്ട് കഴിഞ്ഞാൽ അത് മാറില്ല. പിന്നെ പറയുകയാണെങ്കിൽ അനേകം ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാൻസർ വരെ ഇതിനെ പ്രതിരോധിക്കുകയാണ്. പക്ഷേ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊരു സംശയം, വന്നാൽ ആശുപത്രി എന്തിനാന്ന്. പക്ഷേ ഈ ക്യാൻസറിനെ പൂർണ്ണമായിട്ട് നീക്കുകയല്ല ചെയ്യുന്നത്, ഇത് അതിനുള്ള പ്രതിരോധം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേര് സ്റ്റാൻലി. കച്ചവടം ചെയ്യുന്ന തൊടുപുഴ. ഇതിപ്പോൾ കിട്ടിയേക്കുന്ന ഈ ഇരിക്കുന്നത് നമ്മുടെ മുതലക്കോടത്തു നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മറ്റുള്ള ഇതൊക്കെ ആണെങ്കിൽ ഇത് കഞ്ഞിക്കുഴിന്ന് അല്ലോ ആയിരിക്കുന്നത്. ഇതൊക്കെയാണ് കഞ്ഞിക്കുഴിന്ന്. കാണിച്ചില്ല. അയ്യോ, ഇപ്പോൾ ഇത് 2-3 ദിവസമായതാണ്. ഇതിൻ്റെ കളറ് പോയിന്നുള്ളൂ, ഗുണത്തിലൊന്നും കുറവൊന്നുമില്ല. പിന്നെ ഇതാണെങ്കിൽ വണ്ണപ്പുറം. ഈ ഐറ്റം ഇതിൻ്റെ കളർ 2-3 ദിവസമായതാണ് പോയത് കാരണം കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫൈലാൻതേസി സസ്യകുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഈ മരം അതിൻ്റെ വ്യത്യസ്തമായ കായ്ക്കുന്ന രീതി കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. മരത്തിൻ്റെ തടിയുടെ അടിഭാഗത്തായിട്ട്, അതായത് ചുവട്ടിലായിട്ട് കൂട്ടമായി കായ്ക്കുന്നതിനാലാണ് ഇതിന് മൂട്ടിപ്പഴം എന്ന പേര് ലഭിച്ചത്. ഇത് പഴുക്കുമ്പോൾ ഇതിൻ്റെ പുറംതോട് നല്ല ചുവപ്പ് നിറമായിട്ട് മാറും. ഉള്ളിലുള്ള ഈ ഒരു മാംസളമായിട്ടുള്ള ഭാഗത്തിന് പുളിപ്പും അതുപോലെ തന്നെ മധുരവും കലർന്നിട്ടുള്ള ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പുളിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുക. ഇത് നമ്മൾ നേരിട്ട് പഴമായിട്ട് കഴിക്കുന്നതിനൊപ്പം തന്നെ അച്ചാർ, വൈന് എന്നിവ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു മൂട്ടിപ്പഴം ആദ്യമായിട്ടാണ് കാണുന്നതും അതുപോലെ തന്നെ കഴിക്കുന്നതും കേട്ടോ. നമ്മൾ തൊടുപുഴ ഭാഗത്തു നിന്നാണ് ഈ ഒരു ചേട്ടൻ്റെ കട നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഭയങ്കര കൗതുകം തോന്നി ആ പഴം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും ആ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നു, അതായത് വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ഫൈബറും പൊട്ടാസ്യവും ഒക്കെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ ക്രമീകരിക്കാനും ഒക്കെ സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ ഇതിൽ ഗുണങ്ങളുള്ള പോലെ തന്നെ ദോഷങ്ങളും ഉണ്ട് കേട്ടോ. അതായത് അമിതമായിട്ട് കഴിച്ചാൽ ഇതിലടങ്ങിയിട്ടുള്ള സ്വാഭാവിക ആസിഡ് കാരണം നമുക്ക് പല്ല് പൊളിപ്പ്, പിന്നെ തൊണ്ടവേദന, അസിഡിറ്റി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ്ട്രിക് പ്രശ്നമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും വയറ്റിലൊക്കെ ഇത് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രമേഹത്തിനോ അല്ലെങ്കിൽ BP-ക്കൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പഴം അമിതമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ബ്ലഡിലെ പഞ്ചസാരയുടെയോ അല്ലെങ്കിൽ BP-യുടെ ഒക്കെ അളവ് പെട്ടെന്ന് വ്യത്യാസപ്പെടാൻ കാരണമായേക്കാം. അപ്പോൾ അത് മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അമിതമായിട്ട് കഴിക്കാതിരിക്കുക. എന്തു പറഞ്ഞാലും അമിതമായാൽ അമൃതും വിഷം എന്നാണല്ലോ പറയുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ.